Hello everyone, welcome to my YouTube channel. ഇന്നത്തെ വീഡിയോ DHA ലൈസൻസിങ് പ്രോസസ്സിനെ കുറിച്ചാണ്. ദുബായിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നഴ്സാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് DHA ലൈസൻസ് ആവശ്യമാണ്. അപ്പോൾ നാട്ടിലും വർക്ക് ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും ഉപകാരമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം സ്വന്തമായിട്ട് ആരുടെയും സഹായം കൂടാതെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ DHA ലൈസൻസിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ പ്രധാന സ്റ്റെപ്സാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രത്തിൽ കാണുന്നത് പോലെ പ്രധാനമായിട്ടും 3 സ്റ്റെപ്സാണ് DHA പ്രൊഫഷണൽ ലൈസൻസിങ് പ്രോസസ്സിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് സെൽഫ് അസസ്മെൻറ്റ് ടൂൾ. അപ്പോൾ എന്താണ് സെൽഫ് അസസ്മെൻറ്റ് ടൂൾ? ദുബായ് ഹെൽത്ത് അതോറിറ്റിയിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് ഈ സെൽഫ് അസസ്മെൻറ്റ് ടൂള്. അപ്പോൾ ഈ സെൽഫ് അസസ്മെൻറ്റ് ടൂളിൽ കുറച്ച് സ്റ്റാൻഡർഡൈസ്ഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ഇവാലുവേഷനാണ് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ സ്റ്റെപ്പിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വരും വീഡിയോകളിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഓരോ സ്റ്റെപ്പിൻ്റെയും ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷനാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ സെൽഫ് അസസ്മെൻറ്റ് ടൂൾ ചെയ്ത് കഴിഞ്ഞു. അഥവാ നമ്മൾ ഇൻഎലിജിബിൾ ആണ് എങ്കിൽ നമുക്ക് ഒരു ഓപ്ഷനിലേക്ക് പോകാൻ പറ്റും, റിവ്യൂ രജിസ്ട്രേഷൻ എലിജിബിലിറ്റി. അപ്പോൾ ഇത് പേയ്മെൻറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇൻഎലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാർട്ടിലേക്ക് പോകാം. ഇനി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നമ്മൾ അടുത്ത പാർട്ടിലേക്ക് പോകും, അതായത് ഡേറ്റ ഫ്ലോയും CBT. അപ്പോൾ ഈ ഡേറ്റ ഫ്ലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എല്ലാം ജെന്യൂൻ ആണോ എന്ന് വെരിഫൈ ചെയ്യുന്ന സ്റ്റെപ്പാണ് ഡേറ്റ ഫ്ലോ. അപ്പോൾ അടുത്തത് CBT എക്സാമാണ്. പിന്നെ പ്രധാനമായിട്ടും DHAക്കുള്ള ദുബായ് ഹെൽത്ത് അതോറിറ്റിക്കുള്ള ഒരു പ്രത്യേകതയാണ് ഈ ഡേറ്റ ഫ്ലോയും CBT നമുക്ക് പാരലലായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വൺസ് നമ്മൾ സെൽഫ് അസസ്മെൻറ്റ് ടൂൾ ചെയ്ത് എലിജിബിൾ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതിലാണോ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ അത് ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വൺസ് നമ്മളുടെ ഡേറ്റ ഫ്ലോ റിസൾട്ട് പോസിറ്റീവ് ആവുകയും നമ്മുടെ CBT എക്സാം പാസ്സാവുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് 2ലേക്ക് കടക്കാം. അപ്പോൾ ഈ സ്റ്റെപ്പ് 2 ആണ് ഗെറ്റ് രജിസ്റ്റേർഡ്. അതായത് ഇവിടെയാണ് നമുക്ക് DHA എലിജിബിലിറ്റി കിട്ടുക. ഈ DHA എലിജിബിലിറ്റി കിട്ടാനായിട്ട് നമുക്ക് ഡേറ്റ ഫ്ലോ റിസൾട്ടും അതുപോലെ തന്നെ CBT എക്സാമിൻ്റെ റിസൾട്ടും നമ്മൾ ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അതിന് പേയ്മെൻറ്റും ഉണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് DHA എലിജിബിലിറ്റി കിട്ടും. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പാണ് സ്കെഡ്യൂൾ ഓറൽ അസസ്മെൻറ്റ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള രജിസ്റ്റേർഡ് നഴ്സസിന് ഈ ഓറൽ അസസ്മെൻറ്റ് ആവശ്യമുള്ളതല്ല. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിനെ കുറിച്ച് നിങ്ങൾ ബോധേഡാവേണ്ട കാര്യമില്ല. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് ആക്ടിവേറ്റ് പ്രൊഫഷണൽ ലൈസൻസ്. അപ്പോൾ ഈ പ്രൊഫഷണൽ ലൈസൻസ് എടുക്കേണ്ടത് നമ്മുടെ എംപ്ലോയറാണ്. അപ്പോൾ നമ്മൾ ഒരു കാൻഡിഡേറ്റ് ചെയ്യേണ്ടത് സെൽഫ് അസസ്മെൻറ്റ് ടൂള്, അതുപോലെ തന്നെ ഡേറ്റ ഫ്ലോ, പ്രോമെട്രിക് എക്സാം, അതുപോലെ DHA എലിജിബിലിറ്റി, ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ കാൻഡിഡേറ്റ് ചെയ്താൽ മതി. ഈ പ്രൊഫഷണൽ ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്യുന്നത് നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ എംപ്ലോയറാണ് നമ്മുടെ പ്രൊഫഷണൽ ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് DHA പ്രൊഫഷണൽ ലൈസൻസിങ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്സ് എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് DHA ശരിയാൻ പോർട്ടലിൽ ഒരു അക്കൗണ്ട് ആവശ്യമാണ്. ഇനി എങ്ങനെയാണ് DHA ശരിയാൻ പോർട്ടലിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഓരോ സ്റ്റെപ്സിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും ഞാൻ ഉടൻ തന്നെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോയിനെ കുറിച്ചുള്ള സജഷൻസ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഹെൽപ്ഫുള്ളായി തോന്നിയെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഇത് ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ടിൽ ദെൻ ബൈ ബൈ.